ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ AI വെച്ചിട്ട് ഒരുപാട് ഇമേജ് എഡിറ്റിങ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കിടിലൻ സൈറ്റാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇത് മുന്നേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വേറെ ഒന്ന് രണ്ട് എഫക്റ്റുകളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിലിവിടെ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻസ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ AI ഇമേജ് ടൂള്, അതുപോലെ AI വീഡിയോ ടൂൾ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇമേജ് ടൂളിൻ്റെ ഒന്ന് നോക്കാം. അത് നമ്മളിവിടെ ഔട്ട്ഫിറ്റ് ചേഞ്ച് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. അത് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങളത് കയറി കണ്ടു നോക്കാം. ഇനി നമുക്കിവിടെ ഈ ഫേസ് സ്വാപ്പ് ഉള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഇവിടെ താഴെ കണ്ടോ ഒരു 3 ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡിലിട്ട് ഈ ഹെഡ് മാറിയിട്ട് നമ്മൾ ചൂസ് ചെയ്ത പിക്കിലെ ഹെഡ് അവിടെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫേസ് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗാലറിയിൽ നിന്നൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ഇമേജിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലാലേട്ടൻ്റെ ഹെഡിൻ്റെ അവിടെ നമുക്ക് വേറൊരു ഹെഡ് സ്വാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുള്ളൊരു ഇമേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് വേറൊരു ഇമേജ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ഇമേജ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഫേസ് സ്വാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. കണ്ടു, അപ്പോൾ ഏകദേശം ആ ഒരു AI വെച്ചാകുമ്പോഴുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ കറക്റ്റ് ഹെഡൊക്കെ അവിടെ പ്ലേസ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ലാലേട്ടൻ്റെ അത് അതേപോലെ തന്നെ കണ്ടോ, ഏകദേശം അങ്ങനെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു എഡിറ്റിംഗ് തന്നെയെന്ന് പറയാം. എന്നിട്ട് ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഇമേജസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ മേലെ കണ്ടോ 6 ക്രെഡിറ്റ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒരു 15 ക്രെഡിറ്റ് എങ്ങാണ്ട് നമുക്ക് തുടക്കത്തിൽ കിട്ടുന്നതാണ്, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് ഗൂഗിൾ ID മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് Gmail IDs ഒക്കെ ഒരുപാട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഗൂഗിൾ ID മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് ഇമേജസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ കിഡിലും വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇതുപോലത്തെ കിഡിലും വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.